എന്താടി നീ പറയുന്നത്? ഞാൻ പെറ്റ മകൻ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. ഒരു തവണ പോലും സ്നേഹം കാണിച്ചിട്ടില്ല. പിന്നെ ഒരു വളർത്തുമകൻ, അവനാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാറുമില്ല. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് ഒരാള് പോലും ഇല്ലാതായല്ലോ. മധു, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, വിട്ടുകള. അതെ, ഞാനിങ്ങനെ പറയുന്നതിന് കാരണമുണ്ടെന്നേ. ജനിക്കുന്ന നാള് മുതൽ അവനെ തിരുത്തി മനസ്സിലാക്കി നമുക്ക് വേണ്ട രീതിയിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് വളർത്താമായിരുന്നു. അതിനായിട്ടെങ്കിലും ദൈവം നമുക്കൊരു ഇനിയൊരു കുഞ്ഞിനെ തരാമായിരുന്നു. എന്തു പറ്റി മധു? അതെ, എന്റെ വയറിലെന്തോ വല്ലാത്ത വേദന. അത് ആഹാരം കഴിക്കാത്തോണ്ടാ. വെറുതെ വെള്ളം മാത്രം കുടിച്ചോണ്ട് ഒന്നും ആയില്ല. ഗ്യാസ് കയറിയതായിരിക്കും. വെള്ളം പോയി കഴിക്കാൻ നോക്ക്. മധു, 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 എന്തു പറ്റി മധു? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ? അതെ. എന്താ മധു? അത് എന്താന്ന് വെച്ചാ പറ. അതെന്ന് പറഞ്ഞ എന്താ? എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആഗ്രഹിച്ചപ്പോ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. ഇത്രയും വലിയ മക്കളുള്ളപ്പോ ഈ ഒരു പ്രായത്തില് നമുക്കിനിയൊരു കുട്ടി വേണം മധു. നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോ ഈ കുഞ്ഞിനെ വേണോ വേണ്ടോ എന്ന്. എനിക്കും അതെ, അങ്ങനെയൊക്കെയാ തോന്നുന്നത്. പക്ഷേ എന്റെ മനസ്സെന്തോ ഈ കുഞ്ഞിനെ കളയാൻ സമ്മതിക്കുന്നില്ല. മധു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മള് നാലാളുടെ മുമ്പിൽ എങ്ങനെ പോവാ? ഈ നാട്ടുകാരോട് നമ്മൾ എന്ത് പറയും? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറ, എനിക്ക് കുഞ്ഞിനെ എന്തായാലും വേണം. ഒരമ്മയുടെ മുഖത്ത് നോക്കി കുഞ്ഞിനെ കളയണമെന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ തോന്നി നിങ്ങൾക്കത്? ഭ്രൂണഹത്യ മഹാപാപമാണ്. ഒരു ജീവനെ നശിപ്പിക്കാനുള്ള അധികാരം ഈ ലോകത്ത് ആർക്കും തന്നെ ഇല്ല. ഇല്ല. അമ്മ പറയുന്നതൊക്കെ സത്യമാണോ? അമ്മേ, നിങ്ങള് വീണ്ടും അമ്മയാവാൻ പോവാണോ? ഓ, ഇപ്പോഴത്തെ സന്തോഷം പറയാൻ പറ്റുന്നില്ല. ഈ വയറ്റിൽ എന്റെ ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടല്ലേ. ഓ, ഞാൻ എത്ര ആശിച്ചതായിരുന്നു എന്നറിയോ? എന്നെങ്കിലും എനിക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എന്തായാലും ഇപ്പൊ എന്റെ ആഗ്രഹം നടക്കാൻ പോവാണല്ലോ. അച്ഛൻ ഒന്ന് ചുമ്മാതിരിക്ക. അച്ഛൻ എന്തീ പറയുന്നേ? ദൈവം നമുക്ക് വേണ്ടി തരുന്നത് വേണ്ടാന്ന് വെക്കാണോ? ഇനിയിപ്പോ അച്ഛനതൊക്കെ എല്ലാവരോടും തുറന്നു പറയാൻ മടിയാണെങ്കിൽ വിട്ടേക്ക്, ഞാൻ പറഞ്ഞോളാന്നേ. ഈ നാട്ടുകാരോട് മൊത്തം പറയുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അമ്മേ, വാമേ, വാമേ, നമുക്ക് വീട്ടിലുള്ളവരോടൊക്കെ പറയണ്ടേ? വന്നേ, വാമേ, അതിശേഷം 7 ജന്മം നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് തന്നിട്ട് അത് പാലിക്കാൻ നീ വീണ്ടും ഈ ഭൂമിയിൽ വന്ന് മറുജന്മം എടുത്തു. പക്ഷെ ഞാനോ എപ്പോഴും നിന്റെ നിഴലായിരിക്കുമെന്ന് വാക്ക് തന്നിട്ട്
അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ തൃശൂല് കാരണം എല്ലാം നശിച്ചു പോയില്ലേ? ഛെ! എനിക്ക് നിന്റെ കൺമുന്നിൽ വരാനുള്ള അർഹതയില്ല. നിന്നെ എനിക്ക് മുഖം കാണിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നെ നീ എത്രത്തോളം പ്രണയിച്ചു, പക്ഷെ നിന്റെ പ്രണയം എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. അതിശേഷം എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. നമ്മൾ രണ്ടുപേര് ചേർന്ന് നാഗലോകത്തേക്ക് നാഗമാണിക്യം മടക്കി കൊണ്ടുവരുമെന്ന് ഈ നാഗലോകം മുഴുവൻ വിശ്വസിച്ചു. പക്ഷെ ഇപ്പോ ആ വിശ്വാസത്തിന് കോട്ട സംഭവിച്ചിരിക്കുന്നു. അതിശേഷം ഇല്ല, എനിക്ക് നടന്നതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതിശേഷ, നാഗമാണിക്യം രക്ഷിക്കുന്നതിന് വേണ്ടി നീ നിന്റെ പ്രാണം വെടിഞ്ഞപ്പോ ഞാനും നിന്റെ ഒപ്പം പ്രാണത്യാഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ. അതിശേഷ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ എന്റെ പ്രാണനായിരുന്നവനാ. ഇപ്പൊ നീ ഇല്ലെന്നറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക്. ജീവിച്ചിരുന്നിട്ട് പ്രണയം നേടാൻ പറ്റില്ലാത്തവളെന്ന് പറയുന്നതിനേക്കാൾ പ്രണയത്തിന് വേണ്ടി പ്രാണൻ ത്യാഗം ചെയ്തവളെന്ന് അറിയപ്പെടുന്നതാ നല്ലത്. അതെ, അതാണ് ശരി. ശിവാനി എന്താണ് ഈ ചെയ്യുന്നത്? അവളുടെ ശരീരത്തിലേക്ക് എന്താണ് അവൾ ഒഴിക്കുന്നത്? അതിശേഷ, നമ്മുടെ പ്രണയത്തിന് വേണ്ടി ഞാൻ എന്റെ പ്രാണൻ തന്നെ തരികയാണ്. നമ്മുടെ പ്രണയം അമരമായിരിക്കണം. അതിശേഷ, ശിവാനി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അപ്പോ ഇന്നത്തോടെ ശിവാനിയുടെ കഥ കഴിയും. ഏഴേഴ് ജന്മങ്ങളിലും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി ഇരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? പക്ഷെ ഈ ജന്മത്തിൽ അത് സാധ്യമായില്ല. എന്നോട് ക്ഷമിക്കൂ അതിശേഷ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുമിക്കാം. ഇതെന്താ ഇത്? അഗ്നിയെല്ലാം മായായി പോയല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? എന്നിലിപ്പോ ഇച്ഛാധാരി നാഗത്തിന്റെ യാതൊരു ശക്തികളുമില്ല. നാഗലോകത്തിന്റെ
ഒരു അഭയവും ഇല്ല. പിന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന തീ മായയായി പോയത്. ഏത് ശക്തി എന്നെ രക്ഷിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മരിക്കാൻ നോക്കിയ ശിവാനിയെ രക്ഷിച്ചതാരാണ്? ഛേ, ശിവാനിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാണ് അവളെ രക്ഷിച്ചതെന്ന് തോന്നുന്നു. ശിവാനി, നീ യഥാർത്ഥ ആദിശേഷനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശക്തി നിന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് നിന്നിലുള്ള ആ ശക്തി ഇല്ലാതാക്കിയേ പറ്റൂ. അമ്മേ, മുത്തശ്ശി, അമ്മായി, അമ്മാവാ, എല്ലാരും ഒന്ന് വന്നേ. തൃശൂൽ വെറുതെ ഇരിക്ക, ആരോടും പറയണ്ട. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, ഇതൊക്കെ എല്ലാവരോടും പറയണ്ടേ. മുത്തശ്ശി, അമ്മേ, അമ്മായി, അമ്മാവാ, എവിടെയുണ്ടോ ഒന്ന് വന്നേ. അല്ല, ഞാൻ കുറച്ചേരായിട്ട് എല്ലാവരും നല്ല ഒച്ചയിൽ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരും എന്താ കാര്യം ചോദിക്കുന്നില്ലല്ലോ. ഓ, നിങ്ങളാരും എന്നോട് മിണ്ടത്തില്ലല്ലേ? ഓട്ടെ, സാരമില്ല, എല്ലാവരും സ്വീറ്റ്സ് എടുക്ക്. എന്നോടാരും മിണ്ടാൻ പോകുന്നില്ല, ശരി. പക്ഷെ ഞാൻ സ്നേഹത്തോടെ കുറച്ച് സ്വീറ്റ്സ് ആണ്, അത് വാങ്ങില്ലേ? തൃശൂർ, ഞങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നറിയില്ലേ നിനക്ക്? അതറിഞ്ഞിട്ടും സ്വീറ്റ്സും കൊണ്ട് വരികയാണോ? ഞങ്ങളതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണോ? തൃശൂൽ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മുത്തശ്ശി, ഞാനതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോരം വേദനയുണ്ടോ അതിന്റെ ഇരട്ടി വേദന എനിക്കുണ്ട്. പക്ഷെ ആ വേദനയൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോവാ. ആ കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും. അതിഥി വരുന്നെന്നോ? ആരാ അത്? ശിവാനി തിരിച്ചു വരാന്നെങ്ങനെ സമ്മതിച്ചോ? അതെയോടാ ശിവാനി? ഇല്ല മുത്തശ്ശി, ശിവാനി എങ്ങനെയാ അതിഥിയാവുന്നേ? അവളിപ്പോ നമ്മുടെ വീട്ടിലൊരാളല്ലേ. പിന്നെ വേറെ ആരാ? അതിപ്പോ പെണ്ണാണോ ആണാണോ എന്നറിയില്ല, പക്ഷെ വരുന്നുള്ള കാര്യം ഉറപ്പാ. തൃശൂൽ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇവിടെ വന്നേ. അമ്മ വാ, അമ്മേ ഒന്ന് വന്നേ. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്കൊരു അനിയനോ അനിയത്തിയോ വരാൻ പോവാ. അതായത് എന്റെ അമ്മ വീണ്ടും അമ്മയാവാൻ പോവാ. മധു, സത്യമാണോ? എത്ര സന്തോഷമുള്ള കാര്യമെന്നറിയോ ഇത്? ആദ്യം മധുരം നിനക്ക് തരേണ്ടത്. മധുമതി, അമ്മയാകുക എന്നുള്ളത് പെണ്ണിന് ദൈവം കൊടുത്ത വരമാണ്. നീ ഇപ്പൊ രണ്ടാമത് ആ വരം നേടിയിരിക്കുന്നു. ശരിക്കും ഒരുപാട് ഭാഗ്യം ചെയ്തവളാ നീ. വിഷമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയായിരിക്കും ദൈവം ഇങ്ങനെ ഒരു വരം തന്നത്. അതൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷേ ഈ ഒരു സമയത്ത് അയ്യോ, അമ്മയാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല നന്ദീശ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. നിന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുണ്ടാവാൻ പോകുന്നു. അയൽവാസികൾ എന്തു പറയും, നാട്ടുകാരൊക്കെ എന്തു പറയും എന്നൊക്കെയല്ലേ നീ ചിന്തിച്ചോണ്ടിരിക്കുന്നേ, അല്ലേടാ? നന്ദിശ, രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാം. വർഷങ്ങൾക്ക് ശേഷമാണ് മധുമതി വീണ്ടും അമ്മയാകാൻ പോകുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഈ കുടുംബത്തിന്റെ മുഴുവൻ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെ,
ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മേ, അമ്മ ഇത്രയ്ക്ക് എന്തായാലും പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം. ആഹാ, ത്രിവിക്രം വാടാ, ഇങ്ങോട്ട് വാ. ബ്രോ, ഈ സ്വീറ്റ്സ് എടുത്തേ. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ചെയ്യാവുന്നേ? വാതർക്ക് തുറക്കങ്ങട്. ബ്രോ, നമുക്കൊരു അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ പിറക്കാൻ പോവാ. സോറി, എന്താ മനസ്സിലായില്ലേ? നമ്മുടെ അമ്മയില്ലേ വീണ്ടും അമ്മയാവാൻ പോവാ ബ്രോ. ത്രിവിക്രം, സന്തോഷായില്ലേ നിനക്ക്? സന്തോഷായി. ഇവിടെ ഇപ്പൊ സന്തോഷം ഉണ്ടാവരുന്ന് ആഗ്രഹിച്ചപ്പോ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് എല്ലാരും സന്തോഷിക്കുകയാണല്ലോ. അമ്മയ്ക്ക് മധുരം കൊടുക്കടാ. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശിവാനി എങ്ങാനും വിളിച്ചോണ്ട് പോകാൻ വന്നതാണോ? ശിവാനിയുടെ മനസ്സ് മാറാതിരുന്നാ മതിയായിരുന്നു. ശിവാനി, അവനിങ്ങോട്ട് വരുന്നുണ്ട്. ആര്? തൃശൂർ. ഓ, എന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണോ? പോയി ചാകാൻ പറയാൻ വന്നതാ. എന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. കൂൾ ശിവാനി, കൂൾ. ഇത് എന്റെ അമ്മാവന്റെ വീടൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നതല്ല. നിന്റെ മുഖം പോലും കാണരുതെന്ന് ഞാൻ തീരുമാനിച്ചതാ. എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്. ശരി, പോകാം. പക്ഷെ ആദ്യം ഈ സ്വീറ്റ്സ് എടുക്ക്. എന്റെ പ്രണയം നശിപ്പിച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പോഴത് ആഘോഷിക്കാൻ വന്നിരിക്കണോ?